പണ്ട് ശ്വേതകി എന്ന പരാക്രമിയായ രാജാവുണ്ടായിരുന്നു. യജ്ഞങ്ങളിൽ മുഴുകുക ഇദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദമായിരുന്നു. അനേകം യജ്ഞങ്ങൾ പൂർത്തിയാക്കിയ ഇദ്ദേഹം ഒരിക്കൽ മഹത്തായ ഒരു യാഗം നടത്തുവാൻ തീരുമാനിച്ചു. ശ്വേതകി രാജഗുരുവിനോട് ഇതേക്കുറിച്ച് ഉപദേശം ആരാഞ്ഞു. രാജൻ, യാഗം അനുഷ്ഠിക്കുവാനുള്ളത് അങ്ങയുടെ താല്പര്യം എനിക്കറിയാവുന്നതാണ്. നിരവധി യാഗങ്ങൾ അങ്ങ് വിജയകരമായി ചെയ്തു തീർത്തിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങയുടെ മനസ്സിലുള്ള യാഗം ചെയ്യുവാൻ ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹമാണ് വാങ്ങേണ്ടത്. ഗുരുവിൻ്റെ ഉപദേശം ശിരസാ വഹിച്ച ശ്വേതകി പരമശിവനെ തപസ് ചെയ്തു. പ്രത്യക്ഷനായ ഭഗവാനോട് രാജാവ് തൻ്റെ ഇംഗിതം അറിയിച്ചു. രാജൻ, അവിടുത്തെ ആഗ്രഹപ്രകാരമുള്ള യാഗം നടത്തുവാൻ ഉചിതമായ യാഗാചാര്യൻ തന്നെയാണ് വേണ്ടത്. അങ്ങ് 8 ദിക്കിൽ നിന്നും ശ്രേഷ്ഠന്മാരായ ഓരോ ഋത്തുക്കളെ കൊണ്ടുവന്ന് യാഗം നടത്തുക, ശിവൻ ഉപദേശിച്ചു. രാജകൊട്ടാരത്തിൽ മടങ്ങിയെത്തിയ ശേഷം ശ്വേതകി 8 ദിക്കിൽ നിന്നും ശ്രേഷ്ഠന്മാരായ ഓരോ ബ്രാഹ്മണരെ ക്ഷണിച്ചു വരുത്തി യാഗം ആരംഭിച്ചു. യാഗം 12 വർഷത്തോളം നീണ്ടുനിന്നു. ഇക്കാലമായപ്പോഴേക്കും ഹോമകുണ്ഡത്തിൽ നിന്നും ഉയർന്നു വന്ന ധൂമമേറ്റ് ഋത്വിക്കുകൾ അന്ധന്മാരായി തീർന്നു. രാജൻ, യാഗധൂപമേറ്റ് ഞങ്ങൾ ഇന്ന് അന്ധന്മാരായി മാറിയിരിക്കുന്നു. പ്രഭു, ഞങ്ങൾക്ക് യാത്രാനുമതി നൽകിയാൽ അങ്ങ് മറ്റൊരു ശ്രേഷ്ഠ ബ്രാഹ്മണനെ ഋത്വിക്കായി സ്വീകരിക്കുക. ഗത്യന്തരമില്ലാതെ രാജാവ് ഋത്വികൾക്ക് യാത്രാനുമതി നൽകി. എന്നാൽ പൂർത്തിയാകാതെ അവശേഷിച്ച യജ്ഞം രാജാവിനെ അസ്വസ്ഥനാക്കി. ഇത്തവണയും രാജപുരോഹിതൻ രക്ഷയ്ക്കായി വന്നു ചേർന്നു. പ്രഭു, സാക്ഷാൽ ശങ്കരനോട് ഋത്വികിനെ നൽകുവാൻ അവിടുന്ന് അപേക്ഷിക്കുക. അപൂർണമായ യാഗം അനർത്ഥങ്ങൾക്ക് ഇട നൽകുന്നതിന് മുമ്പായി അങ്ങ് ഭഗവാന്റെ പാദങ്ങളിൽ അഭയം തേടുക. ഇത്രയും പറഞ്ഞ രാജഗുരുവിന്റെ ഉപദേശം മാനിച്ച് ശ്വേതകി വീണ്ടും തപസ്സിനായി പുറപ്പെട്ടു. ശ്വേതകിയുടെ തപസ് വർഷങ്ങളോളം നീണ്ടുനിന്നു. രാജാവിന്റെ ഇച്ഛാശക്തിയിൽ സംപ്രീതനായ ശിവൻ പ്രത്യക്ഷനായി ഇപ്രകാരം അരുളി ചെയ്തു. ശ്വേതകി, 8 ദിക്കിലെയും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ പിന്തിരിഞ്ഞുവെങ്കിൽ ഇനി അഭയം ദുർവാസാവ് മഹർഷി മാത്രമാണ്. താങ്കൾ ദുർവാസാവിനെ അഭയം തേടുക. അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ യജ്ഞം ഗംഭീരമായി നടക്കുക തന്നെ ചെയ്യും. ആശാനാളം തെളിഞ്ഞ ശ്വേതകി ഉടൻ തന്നെ നർമ്മദാ നദീതീരത്ത് തപസ്സനുഷ്ഠിക്കുവാനായി പോയിരുന്ന ദുർവാസാവിന്റെ സവിധത്തിലെത്തി അപേക്ഷിച്ചു. ആ മുനി ശ്രേഷ്ഠ, അവിടുന്ന് നമസ്കാരം. ഭഗവാന്റെ ഉമാമഹേശ്വരന്റെ നിർദ്ദേശത്താൽ അങ്ങയുടെ സഹായം തേടുന്ന എന്നെ അങ്ങ് തുണച്ചാലും. മഹർഷി, അപൂർണമായി അവസാനിച്ച എൻ്റെ യാഗം അവിടുത്തെ ദിവ്യ സാന്നിധ്യത്താൽ പൂർണ്ണമാക്കിയാൽ. ശ്വേതകിയുടെ അപേക്ഷ കൈക്കൊണ്ട ദുർവാസാവ് അദ്ദേഹത്തോടൊപ്പം യാഗഭൂമിയിലെത്തി യാഗം പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ ദുർവാസാവ് ശ്വേതകിയുടെ യാഗാചാര്യനായ കഥയും സമാപിച്ചു. അടുത്തത് അജാമുഖിയുടെ കരങ്ങൾ ഛേദിച്ച കഥയാണ്. തുടരും.